മറന്നു. ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും കരുത്തു മാത്രം. പാറുക്കുട്ടിയമ്മ 18-ാം പടി കയറി 3-ാം വട്ടവും അയ്യപ്പ സന്നിധിയിലെത്തി. 102-ന്റെ നിറവിൽ അയ്യനെ തൊഴുതു ദർശന പുണ്യം നേടി. 18-ാം പടി വരെ ഡോളിയിലാണ് എത്തിയത്. പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ പടി കയറി മുകളിലെത്തി. നൂറ് വയസ്സിലേ വന്നത്. 100 വയസ്സിൽ അയ്യപ്പനെ കാണാൻ വന്നത്. 101-ാമത്തെ വയസ്സിൽ വന്നു. 101, 102. സന്തോഷം. സ്വാമിയേ ശരണമയ്യപ്പോ, ഹരിഹരസുതനേ ശരണമയ്യപ്പോ. പേരക്കുട്ടികളും ബന്ധുക്കളുമടക്കം 12-അംഗ സംഘത്തോടൊപ്പമാണ് ഇത്തവണ മുത്തശ്ശി മലയിലെത്തിയത്. വയനാട് മീനങ്ങാടിക്ക് സമീപം കോളേരി സ്വദേശിയാണ് പാറുക്കുട്ടി. പേരക്കുട്ടികളും ബന്ധുക്കളും മലയ്ക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ പേരമകൻ ഗിരീഷ് കുമാറാണ് മുത്തശ്ശിയും പോരുന്നോ എന്ന് ചോദിച്ചത്. അങ്ങനെയാണ് 2023 ആദ്യമായി അയ്യപ്പ സന്നിധിയിലെത്തിയത്. ഞങ്ങൾ 12 പേര് വന്നത്. കൂടെ വന്നത് എൻ്റെ മോളുണ്ട്, പിന്നെ അമ്മേൻ്റെ ഒരു മകനുണ്ട്, ഭാര്യയുണ്ട്, കൊച്ചുമോളുണ്ട്. പിന്നെ അമ്മയൊരു സിനിമയിൽ ചെറിയ വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു, രുദ്രൻ്റെ നീരാട്ട് എന്ന പടത്തിൻ്റെ പേര്. അപ്പോൾ ആ പടത്തിലുള്ള എല്ലാവരും സഹായിച്ചു. ഏറ്റുമാനൂർ സ്വദേശി വിശ്വതേജസ് സംവിധാനം ചെയ്ത രുദ്രൻ്റെ നീരാട്ട് എന്ന സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് പാറുക്കുട്ടി മുത്തശ്ശി. 100-ാം വയസ്സിൽ ശബരിമല തീർത്ഥാടന യാത്ര നടത്തുന്ന സ്വന്തം ജീവിതത്തിലെ വേഷം തന്നെയാണ് പാറുക്കുട്ടിയമ്മ സിനിമയിലും ചെയ്തിരിക്കുന്നത്. ബിജു വിഎസിനൊപ്പം ടി എസ് ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം. പാറുക്കുട്ടി അമ്മയുടെ കൂടുതൽ വിശേഷങ്ങൾ പറയാൻ ടി എസ് ഹരികൃഷ്ണയാണ് നമുക്കൊപ്പം ചേർന്നത്. ഹരി, 102 വയസ്സാണ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അതിനെല്ലാ സൗകര്യവും ദേവസ്വം ബോർഡും അവിടുത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരും ഒരുക്കി കൊടുത്തു. ആ കുഞ്ഞു മാളികപ്പുറങ്ങളുടെ കൂടെ മുത്തശ്ശി നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സിനിമാ താരമായിരിക്കുകയാണ്. സ്വന്തം ജീവിതം തന്നെയാണ് സിനിമയിൽ അഭിനയിച്ചത്, അല്ലേ? പാറുക്കുട്ടിയമ്മയുടെ ശബരിമല സന്ദർശനം ഒരു സിനിമാ കഥ പോലെ എന്ന് തോന്നിപ്പോവും എന്ന് വേണം പറയാൻ. അതായത് 100-ാമത്തെ വയസ്സിൽ കന്നി മാളികപ്പുറമായി ശബരിമല അയ്യപ്പനെ കാണാൻ വേണ്ടി എത്തുന്നു. 101-ാമത്തെ വയസ്സിൽ കഴിഞ്ഞ വർഷം അയ്യപ്പനെ കാണാനെത്തി. ഇതാ ഇപ്പോഴും മുടങ്ങാതെ അങ്ങനെ 3 വർഷം പാറുക്കുട്ടിയമ്മ ശബരിമല സന്നിധാനത്തെത്തി അയ്യപ്പനെ കണ്ടു മടങ്ങിയ സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. അമ്മയെ സംബന്ധിച്ചിടത്തോളം അതായത് ശബരിമലയിൽ എത്തുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. അത് സാധിച്ചത് തന്നെ 100-ാമത്തെ വയസ്സിലാണ്. പിന്നെ അങ്ങോട്ട് പറ്റുമ്പോഴൊക്കെയും വരിക എന്നുള്ളൊരു ലക്ഷ്യമാണ് പാറുക്കുട്ടി അമ്മയ്ക്കുള്ളത്. ഇത് തന്നെ ഇപ്പോൾ ശബരിമലയിലേക്ക് എത്തിയത് ഡോളിയുടെ സഹായത്തോടെയാണ്. നമുക്കറിയാം, പ്രായമായി കഴിഞ്ഞാൽ മല കയറി വരുന്നത് എത്രത്തോളം പ്രയാസമാണെന്നറിയാം. മല കയറി വരാനുള്ള പ്രയാസം അമ്മയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ഡോളിയുടെ സഹായത്തോടെ വന്നത്. 18-ാം പടിക്ക് താഴെ എത്തി. പോലീസുകാരുടെയൊക്കെ സഹായം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലീസ് തന്നെ അമ്മയെ 18-ാം പടി പിടിച്ചു കയറ്റുകയാണ് ഉണ്ടായത്. അതിനുശേഷം തൊഴുത് ഇറങ്ങുകയാണ് ഉണ്ടായത്. അമ്മയ്ക്കൊപ്പം പേരക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. മുമ്പ് ഈ 100-ാമത്തെ വയസ്സിൽ പേരക്കുട്ടികളൊക്കെ മലയ്ക്ക് പോയി ഇറങ്ങിയപ്പോഴാണ് അമ്മയോട് ചോദിക്കുന്നത്, അമ്മ വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒപ്പം പോരുകയായിരുന്നു. ഗിരീഷ് കുമാർ പേരമകനാണ്. മാത്രമല്ല അവരുടെയൊക്കെ മക്കള്, ഈ അമ്മയ്ക്ക് ചെറിയൊരു കേൾവി പ്രശ്നമുണ്ട്. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന കൊച്ചു മക്കളൊക്കെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ അവരാണ് അടുത്ത് നിന്ന് അമ്മയുടെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ഇന്നതാണെന്ന്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് പെട്ടെന്ന് കേട്ടെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടാണ് ഉണ്ട്. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് അമ്മ വളരെ സന്തോഷത്തോടെ, ഈ ഭക്തി എന്ന് പറയുന്നത് അത് വേറൊരു എന്താ പറയുക ലെവലാണ്. അതിൻ്റെ ഒരു ശക്തി കുറച്ച് കൂടുതലാണ് എന്ന് മനസ്സിലാക്കി തരുന്നതാണ്. പ്രായമല്ല, ഭക്തിയുടെ ശക്തി വേറെയാണ് എന്ന്